അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് പാലക്കാടേക്കാണ്. പാലക്കാടാണ് ഇന്ന് സംഭവ ബഹുലമായ ദിവസം അരങ്ങേറിയത്. നമുക്കറിയാം, നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമായിരുന്നു. പക്ഷേ വിവാദങ്ങൾക്കൊട്ടും കുറവില്ലായിരുന്നു. പാലക്കാട് BJP പ്രവർത്തകർ വോട്ടർമാർക്ക് പണം നൽകുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് കോൺഗ്രസ് പ്രവർത്തകരാണ്. കണ്ണാടി മേഖലയിലാണ് ഈ പണം വിതരണം ചെയ്തത്. സ്ഥലത്തുണ്ടായിരുന്ന BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ദൃശ്യങ്ങൾ പകർത്തിയവരെ ഭീഷണിപ്പെടുത്തിയെന്ന ആക്ഷേപവുമുണ്ട്. അതിന്റെയൊക്കെ ദൃശ്യങ്ങൾ ഇന്ന് പുറത്തുവന്നു. തുക കൈപ്പറ്റിയെന്ന് വയോധിക ആദ്യം സമ്മതിച്ചു. കണ്ണാടി പഞ്ചായത്തിലെ ദേവു എന്ന വയോധികയാണ് പണം വാങ്ങിയത് എന്ന് ആദ്യം സമ്മതിച്ചത്. എന്നാൽ മരുന്ന് വാങ്ങാനാണ് താൻ പണം ആവശ്യപ്പെട്ടതെന്ന് അവർ പിന്നീട് പറഞ്ഞു. അതായത് വോട്ട് ചെയ്യണമെങ്കിൽ പണം വേണം എന്ന് താൻ എല്ലാവരോടും പറയാറുണ്ട് എന്ന രീതിയിൽ തിരുത്തി പറഞ്ഞു. വീട്ടിലുണ്ടായിരുന്നത് പെൻഷൻ വാങ്ങിയ തുകയെന്നാണ് ഈ ദേവുവിന്റെ കുടുംബം വിശദീകരിച്ചത്. എന്നാൽ ഇതിന് പിന്നാലെ വോട്ടുമാർക്ക് BJP പ്രവർത്തകർ സാരി വിതരണം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പണം നൽകിയ വിവാദത്തിൽ പാലക്കാട് കണ്ണാടിയിൽ തെരഞ്ഞെടുപ്പ് ഫ്ലൈയിംഗ് സ്ക്വാഡ് പരിശോധന നടത്തി. പണം വാങ്ങിയ വൃദ്ധയുടെ വീട്ടിലാണ് പരിശോധന നടന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. കളക്ടറോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടിയിരിക്കുകയാണ്. കുറ്റം തെളിഞ്ഞാൽ സ്ഥാനാർത്ഥിത്വം റദ്ദാകുന്നതുൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. എന്തായാലും നിശബ്ദ പ്രചരണത്തിന്റെ ഈ ദിവസം പാലക്കാട് തന്നെയാണ് വാർത്തകൾ നിറയുന്നത്. അപ്പോൾ നമ്മൾ വിശദമായി നോക്കിയാൽ നമുക്ക് ആദ്യം ആ ദൃശ്യങ്ങൾ കാണാം. ഒരു സ്ത്രീ, ഒരു വെളുത്ത ചുരിദാറിട്ട ഒരു സ്ത്രീ ഒരു വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നതും അവിടെ വയോധികയായ ഒരു സ്ത്രീയുടെ കയ്യിൽ പണം കൈമാറുന്നതിന്റെയും ദൃശ്യങ്ങളാണ് ആദ്യം പുറത്തു വന്നത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ആ വയോധിക, ദേവു എന്ന വയോധികയുടെ കയ്യിൽ പണം കൊടുക്കുന്നു. പിന്നീട് ഇത് ചിത്രീകരിച്ച പ്രവർത്തകർ എത്തി അവരുടെ കയ്യിൽ പണം ഇരിക്കുന്നത് കാണുകയാണ്. അത് ഉൾപ്പെടെ ആ ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് പുറത്തു വരുന്നത്. ഈ പണം നൽകിയ സ്ത്രീ BJPയുടെ പ്രചരണ വാഹനങ്ങൾ കിടക്കുന്ന, ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെ ഉള്ള ആ വാഹന വ്യൂഹം കിടക്കുന്ന ഇടത്തേക്ക് നടന്നു പോകുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് ആദ്യം പുറത്തു വന്നത്. അപ്പോൾ അതിനുശേഷം ഈ തുക കൈപ്പറ്റി എന്ന് പറയുന്ന ആ അമ്മയെ മാധ്യമങ്ങൾ തേടിയെത്തുകയാണ്. അവർ തുക കൈപ്പറ്റി എന്ന കാര്യം സമ്മതിക്കുകയാണ്. എന്നാൽ മരുന്ന് വാങ്ങാനാണ് താൻ പണം ആവശ്യപ്പെട്ടതെന്ന് അവർ പറയുന്നു. വീട്ടിലുണ്ടായിരുന്നത് പെൻഷൻ വാങ്ങിയ തുകയെന്ന് കുടുംബം വിശദീകരിച്ചു. താൻ എല്ലാവരോടും വോട്ട് ചെയ്യണമെങ്കിൽ പണം വേണമെന്ന് പറയും. കാരണം താൻ അസുഖബാധിതയാണ്. മാസം 10,000 രൂപ മരുന്ന് വാങ്ങാൻ ആവശ്യമുണ്ട്. അത് വീട്ടിലെത്തുന്ന എല്ലാവരോടും പറയാറുണ്ട് എന്ന ഒരു വിശദീകരണമാണ് ആ ദേവു എന്ന് പറയുന്ന സ്ത്രീ നടത്തുന്നത്. നിർഭാഗ്യവശാൽ അവർ കൂടി ഈ വിവാദത്തിന്റെ ഭാഗമാവുകയായിരുന്നു. താൻ ആദ്യം പണം തന്നിട്ടുണ്ട് എന്ന് പറയുന്നു എങ്കിലും പിന്നീട് ഇതിന്റെ അപകടം മനസ്സിലാക്കിയതോടെ അതിൽ നിന്ന് ആ അമ്മ ഒഴിഞ്ഞു മാറുന്നത് കൂടി നമുക്ക് കാണാം. എന്തായാലും ആ അമ്മയുടെ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കാണാം. എത്ര പൈസ എത്ര രൂപ മരുന്ന് വാങ്ങാൻ പൈസ ഒരു മാസം മരുന്ന് വാങ്ങാൻ 6 വോട്ട് ചെയ്യാൻ വന്നാൽ പൈസ തരണം പറഞ്ഞു. മരുന്ന് വാങ്ങാൻ പൈസ വേണം പറഞ്ഞു. ഞാൻ പറഞ്ഞു. അപ്പൊ തന്നു അവരല്ലേ? അപ്പൊ ഞാൻ എല്ലാവരും പറഞ്ഞു. അപ്പൊ ഇവരാണ് ആകെ പൈസ തന്നുള്ളൂ, വേറെ ആരും തന്നില്ല അമ്മയ്ക്ക് അല്ലേ? എല്ലാവർക്കും മരുന്ന് വാങ്ങാൻ പണിക്കും പോകില്ല, മരുന്ന് വാങ്ങാൻ പൈസയില്ല. ഒരു മാസം 5,000 വേണം മരുന്നിന്. അമ്മ ചോദിച്ചവരോട് പൈസ, പൈസ വേണം പറഞ്ഞു. എപ്പോഴാ? ഇന്ന് തന്നെയാണ് ചോദിച്ചത്. അപ്പൊ തന്നെ 5,000 രൂപ തന്നു. അപ്പുറത്തെ വീട്ടിലെ ആളുകൾക്ക് കൊടുത്തിട്ട് പൈസ തന്ന പൈസ തന്നു. അല്ല, ഒരു അമ്മയുടെ കയ്യിൽ എന്തോ തന്നില്ലേ? അതെന്താ വീഡിയോ വന്നിട്ടുണ്ടല്ലോ. അത് അവര് കൈ കൊടുത്താണ്. ശരി, നിൽക്കാൻ വയ്യ. ഈ ബാഗിൽ നിന്ന് തരുന്നത്, ഈ ബാഗിൽ നിന്ന് എടുത്ത് തരുന്നത് എന്താ? ഈ ബാഗിൽ നിന്ന് എടുത്ത് തന്നത് ശരി, ഉള്ളിപ്പൊക്കണം. അങ്ങനെ അമ്മ പറഞ്ഞ് കുഴങ്ങുമ്പോൾ അമ്മയ്ക്ക് കാല് വയ്യാത്തതാണ് എന്ന് പറഞ്ഞ് ആ മകൻ അകത്തേക്ക് അമ്മയെ കൊണ്ടുപോവുകയാണ്. അതോടുകൂടി തന്നെ മാധ്യമങ്ങൾ ചോദിക്കുന്നത് നിർത്തി. അമ്മ ആദ്യം പണം തന്നു എന്ന കാര്യം സമ്മതിക്കുകയും പിന്നീട് അത് മാറ്റി പറയുകയും ചെയ്തതാണ് നമ്മൾ കണ്ടത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ പരാതി ഉയർന്നപ്പോൾ
ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നപ്പോഴാണ് ഇതിൽ പരിശോധനകൾ തുടങ്ങിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും വിഷയത്തിൽ ഇടപെട്ടു. കളക്ടറോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടുകയും ഒക്കെ ചെയ്തു. എന്തായാലും വലിയ ആരോപണം പാലക്കാട് പോലെയുള്ള ഒരു മണ്ഡലത്തിൽ ഉയരുകയാണ്. അവിടെ BJP വലിയ സാധ്യത കൽപ്പിക്കുന്ന മണ്ഡലമാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന മണ്ഡലത്തിലാണ് ഈ നിശബ്ദ പ്രചരണത്തിന്റെ ദിവസം ഈ ഇത്രയും വലിയ ഗൗരവമുള്ള ഒരു വിഷയം ഉയരുന്നത്. അപ്പോൾ വോട്ടിന് പണം നൽകിയെന്ന ഈ ആരോപണം തനിക്കെതിരായ ഗൂഢാലോചനയാണ് എന്നതാണ് BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ഇതിനോട് പ്രതികരിച്ചത്. ദൃശ്യങ്ങളിൽ കാണുന്ന സ്ത്രീ തന്റെ കാറിൽ കയറിയിട്ട് പോലുമില്ല എന്ന് ശോഭാ സുരേന്ദ്രൻ പറയുന്നു. തന്നെ വേട്ടയാടാനുള്ള ആസൂത്രിത ശ്രമമാണ് നടക്കുന്നതെന്നാണ് ശോഭാ സുരേന്ദ്രൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. ശോഭാ സുരേന്ദ്രന്റെ പ്രതികരണം കൂടി കേൾക്കാം. ാതെ എന്റെ കാറിൽ ഒരാളുമില്ലല്ലോ. പിന്നെ എങ്ങനെയാണ്? അതാണ് ഞാൻ പറഞ്ഞത്. ആ സ്ത്രീ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ വിഷ്വൽ പുറത്തു വിടൂ? പിന്നെ എന്തുകൊണ്ട് അവർ കയറുന്നത് കിട്ടിയില്ല? എന്റെ കാർ ഞാൻ കാണാത്ത ഒരു സ്ത്രീ, എന്റെ കൂടെ യാത്ര ചെയ്യാത്ത ഒരു സ്ത്രീ. അല്ലല്ല, വേണ്ട വേണ്ട, ഞാൻ എന്റെ ഇത്രയും വിശദമായി ഒരു മാനിപ്പുലേഷൻ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ പുറത്തു വന്ന നിങ്ങളാണ് തെളിയിക്കേണ്ടത്, മാധ്യമങ്ങൾ. അതായത് തെരഞ്ഞെടുപ്പിൽ നോക്കൂ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എന്നെ സംബന്ധിച്ച് എന്റെ കാറിലില്ലാത്ത ഒരു സ്ത്രീയുടെ ദൃശ്യം കാറിൽ കയറുന്നതുണ്ടോ? ഞാനൊരു കാര്യം വ്യക്തമായി പറയാം. ആ സ്ത്രീ എന്റെ കാറിൽ നോക്കൂ, ഞാൻ പറയട്ടെ, എന്റെ കാറിൽ ഇരിക്കുന്നതിന്റെ മുഖം മാത്രമില്ല, അമ്മയുടെ അരികിലേക്ക് നടന്നു പോകുന്ന മുഖമുണ്ട്. അതിൽ കാണുന്നില്ല. നിങ്ങൾ കാറിൽ കയറുന്നുണ്ടോ? ആ സ്ത്രീ കാറിൽ കയറുന്നുണ്ടോ? അത് കാണിക്കൂ. ശോഭാ സുരേന്ദ്രന്റെ അല്ല, ആ സ്ത്രീയുടെ മുഖം എവിടെ? പറയൂ. ഒരു മിനിറ്റ്, ആ മുഖം കാണുന്നുണ്ട്. ഒന്ന് കാണിക്കൂ. ഈ കാണുന്ന നിങ്ങൾക്ക് സുഹൃത്തെ, ഇതിൽ ഒരു നിഴലാണ്, ഒരു നിഴല് പോലെ എന്റെ കാറ് നിങ്ങൾ ഇപ്പൊ പരിശോധിക്കണം. വെള്ള വസ്ത്രം ആരാണ്? അത് നിങ്ങളാണ് തെളിയിക്കാൻ. അപ്പോ വലിയ വിവാദം ഉയരുമ്പോൾ ഈ രീതിയിലാണ് ശോഭാ സുരേന്ദ്രൻ 2:30 മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചത്. ക്യാൻസർ രോഗിയെ കാണാനാണ് കണ്ണാടിയിൽ എത്തിയത് എന്നതാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. എല്ലാം മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയാണ് ഇപ്പോൾ നടക്കുന്നത്. പരാജയ ഭീതിയിലാണ് ഇതെല്ലാം നടക്കുന്നതെന്ന് ശോഭാ സുരേന്ദ്രൻ പറയുന്നു. കാറിൽ ഒരു സംഘം തങ്ങളെ പിന്തുടർന്നു. കാറിലുണ്ടായിരുന്നയാൾ അശ്ലീല ചുവയോടെ ആംഗ്യം കാണിച്ചതിനാലാണ് ചോദ്യം ചെയ്തതെന്ന് ശോഭാ സുരേന്ദ്രൻ പറയുന്നു. അങ്ങനെ ചോദ്യം ചെയ്യാനാണ് താൻ കാറിന് പുറത്തിറങ്ങിയതെന്നാണ് പറയുന്നത്. ആ ആളോട് കയർത്ത് സംസാരിക്കുന്ന ശോഭാ സുരേന്ദ്രൻ ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. മുഖം അടിച്ചു പൊട്ടിക്കും എന്ന് പറയുന്നത് നമുക്ക് കേൾക്കാം. അപ്പോൾ അത് തന്നെ അശ്ലീല ആംഗ്യം കാണിച്ചതുകൊണ്ടാണ്, മണിക്കൂറുകളോളം പിന്തുടർന്നതുകൊണ്ടാണ്. കഴിഞ്ഞ ദിവസം തന്റെ താമസ സ്ഥലത്തിനകത്ത് അടുത്തും ഇതേ ആൾ എത്തിയിരുന്നു. അയാൾക്കെതിരെ പരാതി നൽകും തുടങ്ങിയ കാര്യങ്ങൾ ശോഭാ സുരേന്ദ്രൻ പറയുന്നുണ്ട്. അയാൾക്കെതിരെ വിവരം ശേഖരിക്കാനാണ് താൻ പ്രതികരിക്കാൻ വൈകിയത് തുടങ്ങിയ കാര്യങ്ങളാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. ഇത് ആസൂത്രിതമാണ്, ഈ മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയാണ് ഇതിന് പിന്നിലെന്നും കൂടി ശോഭാ സുരേന്ദ്രൻ വിശദീകരിക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ വിനേഷ് സർഗ വിട്ട ആളാണോ? ആരാണ് വിട്ടത്? എന്താ മാധ്യമ BJPയുടെ കാറിന്റെ തൊട്ട് പിറകിലാണ് വിനേഷ് സർഗയുടെ കാർ യാത്ര ചെയ്യുന്നത്. ഇന്നലെ ഒരു തിരക്കഥ തയ്യാറാക്കി കൊടുത്ത് ഇന്ന് എന്റെ കാറിന്റെ പിറകിൽ ഫോളോ ചെയ്യാൻ, മണിക്കൂറുകൾ ഫോളോ ചെയ്യാൻ ആരാണ് അനുവാദം കൊടുത്തത്? ആരാണ് ഏൽപ്പിച്ചത്? അവരാരാണ്? എവിടെ നിന്ന് വന്നവരാണ്? ഏത് ചെറുപ്പക്കാരാണ്? നിങ്ങൾ എന്റെ മാധ്യമ സുഹൃത്തുക്കൾ കൂടി കൂടെ നിൽക്കണം, അതെനിക്ക് തെളിയിക്കണം. അവൻ വൃത്തികെട്ട ഒരു ആംഗ്യമാണ് കാണിച്ചത്, ഒരു തവണയല്ല. ഞാൻ ഇറങ്ങി ചെല്ലുന്നതിന് മുമ്പല്ലേ കാണിക്കുന്നത്? ആംഗ്യം കാണിച്ചുകൊണ്ടാണല്ലോ ഞാൻ ഇറങ്ങി ചെല്ലുന്നത്. അപ്പോൾ ഇത് ആസൂത്രിത തിരക്കഥയുടെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ ശോഭാ സുരേന്ദ്രൻ ശ്രമിക്കുമ്പോൾ പല ചോദ്യങ്ങൾക്കും ശോഭാ സുരേന്ദ്രന് മറുപടി ഇല്ലാതെ പോകുന്നു എന്നതുകൂടി നമുക്ക് കാണാം. കാരണം ഈ പണം നൽകിയ സ്ത്രീ, ആ ദൃശ്യങ്ങളിലുള്ള സ്ത്രീ, ആ സ്ത്രീ തന്നെ ശോഭാ സുരേന്ദ്രന്റെ വാഹനത്തിലിരിക്കുന്ന ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. പ്രേക്ഷകർക്ക് കാണാം. ആ സ്ത്രീ, ആ അമ്മയുടെ കയ്യിൽ പണം കൊടുത്ത് മടങ്ങുന്ന സ്ത്രീയെ ശോഭാ സുരേന്ദ്രൻ കാറിൽ നിന്ന് ഇറങ്ങി വന്ന് മറ്റേ കാറിലിരിക്കുന്ന പ്രവർത്തകർക്കോട്
കയർക്കുന്ന സമയത്ത് അവർ ശോഭാ സുരേന്ദ്രന്റെ കാറിൽ തന്നെ ഇരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇത് ചൂണ്ടിക്കാട്ടി മാധ്യമങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളോട് കൃത്യമായി പ്രതികരിക്കാൻ ശോഭാ സുരേന്ദ്രന് കഴിയാതെ പോകുന്നു എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ എങ്ങനെ ഈ സ്ത്രീ ശോഭാ സുരേന്ദ്രന്റെ കാറിൽ വന്നു എന്ന ചോദ്യമാണ് ഉയരുന്നത്. അതിന് കൃത്യമായി മറുപടി പറയാൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞിട്ടില്ല. അവർ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ അവർ ആ അമ്മയുടെ കയ്യിൽ പണം കൊടുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ആണ് ഇത് വന്നിരിക്കുന്നത്. അതേ സ്ത്രീ തന്നെ ശോഭാ സുരേന്ദ്രന്റെ കാറിലിരിക്കുന്ന ദൃശ്യമാണ് ഇടതുഭാഗത്ത് നമ്മൾ കാണുന്നത്. അപ്പോൾ എങ്ങനെ ഈ സ്ത്രീയുമായി യാതൊരു ബന്ധമില്ലെങ്കിൽ അവർ എങ്ങനെ ഈ വാഹനത്തിൽ വന്നു എന്നൊരു ചോദ്യമുണ്ട്. അതിന് കൃത്യമായി മറുപടി പറയാൻ ശോഭാ സുരേന്ദ്രനായിട്ടില്ല. കൂടുതൽ തെളിവുകൾ എവിടെ എന്ന് ചോദിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ. എന്റെ വാഹനത്തിൽ പ്രമീള ശശിധരൻ അല്ലാതെ മറ്റൊരാളും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. ഈ വാഹനത്തിലുള്ളവരെ താൻ അവരോട് ഞാൻ ദേഷിച്ചത് അശ്ലീലാംഗ്യം കാണിച്ചതിനാണ് എന്നതാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.